നമസ്കാരം. പ്രവാസി സമൂഹത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു ദുരന്ത വാർത്ത കൂടി വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായതെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. റാസൽ ഖൈമയുടെ മണ്ണിൽ 4 പതിറ്റാണ്ടിലേറെ വിയർപ്പൊഴുക്കി സ്വന്തമായി ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയ പ്രവാസി വ്യവസായി എസ് സുഗതനും ഭാര്യ ലതയും നാട്ടിലെ വീട്ടിൽ ജീവനൊടുക്കിയത് ഇപ്പോഴും ഞെട്ടലോടെയാണ് മലയാളി സമൂഹം ഉൾക്കൊള്ളുന്നത്. റാസൽ ഖൈമയിൽ നിർമ്മാണ കമ്പനിയും റെസ്റ്റോറന്റുമൊക്കെയായി തിളങ്ങിയ സുഗതൻ നാട്ടിലും നിരവധി ബിസിനസ് സംരംഭങ്ങളിൽ പങ്കാളിയായിരുന്നു. 40 വർഷത്തിലേറെ പ്രവാസികളായ ഈ കൊല്ലം കടയ്ക്കൽ സ്വദേശികളായ ദമ്പതികൾ യുഎയിലും സ്വന്തം വീടായ ഉഷസ്സിലുമായി ജീവിതം ആസ്വദിക്കുകയായിരുന്നു. ചെറിയൊരു അവധിക്ക് നാട്ടിലെത്തിയ ഇവർ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടത്തെ വിമാനത്തിൽ റാസൽ ഖൈമയിലേക്ക് മടങ്ങാൻ ടിക്കറ്റുകൾ പോലും ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ വിമാനം പറന്നുയരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ശനിയാഴ്ച രാവിലെയും അവരെ പുറത്ത് കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾക്ക് സംശയമായിരുന്നു. പിന്നീട് അവരെത്തി തുടർന്നപ്പോൾ കണ്ടത് നാടിനെ നടുക്കിയ ആ കാഴ്ചയായിരുന്നു. സുഗതനെ തൂങ്ങി മരിച്ച നിലയിലും ലതയെ കട്ടിലിൽ അബോധാവസ്ഥയിലും. പിന്നീട് ലതയും ശ്വാസം മുട്ടിയാണ് മരണപ്പെട്ടതെന്ന സൂചനകൾ വന്നു. ആത്മഹത്യാക്കുറിപ്പുകളൊന്നും തന്നെ കണ്ടെത്താനാകാത്തത് ഈ മരണങ്ങളെ കൂടുതൽ ദുരൂഹമാക്കുന്നു. സമ്പത്തിന്റെ കൊടുമുടിയിലിരുന്ന ഇവർ എന്തിന് ഇങ്ങനെയൊരു കടുംകൈ ചെയ്തു എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയെങ്കിലും സാധാരണ ഹൈന്ദവ ആചാരപ്രകാരമുള്ള ചിതാഭസ്മത്തിന് പകരം ഭൗതിക ശരീരങ്ങൾ മണ്ണിൽ അടക്കം ചെയ്യുകയായിരുന്നു. ഭാവിയിൽ ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമായി വന്നാൽ ഉപകരിക്കട്ടെ എന്ന മുൻകരുതലിന്റെ ഭാഗമായാണ് ഈ അസാധാരണ തീരുമാനം. 4 പതിറ്റാണ്ടിലേറെയായി റാസൽ ഖൈമയിൽ ജീവിച്ച സുഗതനും ലതയും എമിറേറ്റിലെ മലയാളി പ്രവാസികളുടെ പ്രിയപ്പെട്ടവനായിരുന്നു. ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക പരിപാടികളിൽ സജീവ സാന്നിധ്യമായിരുന്ന സുഗതൻ SNDP യോഗം സേവനം സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്നു. 1970 മുതൽ റാസൽ ഖൈമയിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സുഗതൻ എന്ന് സാമൂഹിക പ്രവർത്തകനും SNDP യോഗം സേവനം മുൻ ഭാരവാഹിയുമായ S പ്രസാദ് പറഞ്ഞു. സ്വന്തമായി കെട്ടിട നിർമ്മാണ കമ്പനിയും റെസ്റ്റോറന്റും നടത്തിയിരുന്ന പ്രിയ സുഹൃത്തിന്റെ മരണത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഇതുവരെ ആരും മുക്തമായിട്ടില്ല എന്ന് വേണം പറയാൻ. മികച്ച നിലയിൽ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സുഗതന് മറ്റുള്ളവരെ പോലെ കോവിഡ് കാലത്ത് ഇച്ചിരി പ്രയാസം നേരിട്ടിരുന്നു. എന്നാൽ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു. റാസൽ ഖൈമയിലും നാട്ടിലുമായി ഒട്ടേറെ സമ്പത്തുള്ളതിനാൽ മരണകാരണം സാമ്പത്തികമാണെന്ന് കരുതുന്നില്ല എന്നും കൂട്ടുകാർ പറയുന്നു. റാസൽ ഖൈമയിൽ എത്തിയ ശേഷം മുതൽ തന്റെ അടുത്ത സുഹൃത്തായിരുന്നു സുഗതനെന്ന് സാമൂഹിക പ്രവർത്തകൻ സേതു പറഞ്ഞു. എന്തായാലും ഇവർക്ക് സംഭവിച്ചത് എന്താണ് എന്ന കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണ്ടിവരും. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളുടെയും വീട്ടുകാരുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തും. കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്.